ആകാശത്തു നിന്ന് വീണ ആ ചെറിയ സൂര്യൻ അതൊരു പുതിയ വെളിച്ചമായിരുന്നില്ല, മറിച്ച് ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളെയും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കിയ മരണത്തിൻ്റെ തീഗോളമായിരുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിൽ ഒന്ന്. ലോക മനസാക്ഷിയെ ഇന്നും വേട്ടയാടപ്പെടുന്ന നാഗസാക്കി ദിനം. ചരിത്രം നമ്മോട് എപ്പോഴും ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്താറുണ്ട്. ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത തെറ്റുകളുടെ, മനുഷ്യനോട് ചെയ്ത ക്രൂരതയുടെ ഓർമ്മപ്പെടുത്തലുകൾ. 1945 ഓഗസ്റ്റ് 9 രാവിലെ 11:02 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് വിതച്ച വിനാശത്തിൻ്റെ ഞെട്ടൽ മാറും മുൻപ് അമേരിക്കൻ B-29 ബോംബർ വിമാനം ബോക്സ്കാർ നാഗസാക്കി നഗരത്തിന് മുകളിലൂടെ പറന്നുയർന്നു. ഫാറ്റ്മാൻ എന്ന പേരിട്ടിരുന്ന ആ അണുബോംബ് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. ഒരു നിമിഷം കൊണ്ട് നാഗസാക്കി കത്തിയമർന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ വെന്തെരിഞ്ഞു. ജീവനോടെ ബാക്കിയായവരാവട്ടെ തലമുറകളിലേക്ക് കൈമാറപ്പെട്ട റേഡിയേഷൻ എന്ന വിനാശകരമായ ശാപത്തിൻ്റെ ഇരകളായി മാറി. അമ്മമാരുടെ കൈകളിൽ ഉരുകിയടിഞ്ഞ കുഞ്ഞുങ്ങൾ, വെന്തുപോയ സ്വപ്നങ്ങൾ. ആ നഗരം മുഴുവൻ ഒരു ശ്മശാന ഭൂമിയായി മാറി. പക്ഷേ ആ ചാരക്കൂമ്പാരത്തിൽ നിന്നും നാഗസാക്കി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അത് മനുഷ്യൻ്റെ അതിജീവന ശേഷിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എരിഞ്ഞടങ്ങിയ മണ്ണിൽ അവർ പുതിയ ജീവിതം നട്ടുപിടിപ്പിച്ചു. ശാസ്ത്രത്തിൻ്റെ വിനാശമുഖത്തിന് മുന്നിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയൊരു സന്ദേശവുമായി അവർ ലോകത്തിന് മാതൃകയായി. ഇന്ന് യുദ്ധത്തിൻ്റെയും ആയുധ മത്സരത്തിൻ്റെയും കാർമേഘങ്ങൾ ലോകത്തെ വീണ്ടും ഭയപ്പെടുത്തുമ്പോൾ നാഗസാക്കി നമ്മോട് ആവശ്യപ്പെടുന്നത് ഒന്നാണ്: ഇനിയൊരു യുദ്ധം വേണ്ട. ലോകത്തിന് സമാധാനമാണ് ആവശ്യം. മനുഷ്യൻ്റെ നിലനിൽപ്പ് യുദ്ധങ്ങളിലല്ല, മറിച്ച് പരസ്പര സ്നേഹത്തിലും സമാധാനത്തിലുമാണ്. ഇന്ന് നാഗസാക്കിയെ ഓർക്കുമ്പോൾ അതൊരു വെറും ഓർമ്മയല്ല, മറിച്ച് സാമ്രാജ്യത്വത്തിനും യുദ്ധക്കൊതിയന്മാർക്കുമെതിരെയുള്ള സമരപ്രഖ്യാപനവുമായി അത് മാറണം. സമാധാനം എന്നത് ഭരണകൂടങ്ങളുടെ ഔദാര്യമല്ല, അത് ജനകീയ പ്രതിരോധമാണ്. ആയുധങ്ങളുടെ ഭാഷയെ തോൽപ്പിച്ച് മനുഷ്യപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഇനിയൊരു നാഗസാക്കി ആവർത്തിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തോടെ ഒരിക്കലും കൊള്ളാത്ത ആ കനലുകൾ സാമ്രാജ്യത്വത്തിൻ്റെ നെഞ്ചിൽ എന്നും ജ്വലിച്ചു നിൽക്കട്ടെ. യുദ്ധമില്ലാത്ത സമാധാനമുള്ള ഒരു നാളേക്കായി.